മോൻ എന്താ അമ്മയുടെ കൂടെ പോഞ്ഞത്? അച്ഛൻ വരാത്തോണ്ട്. എന്താ മോളെ തനിച്ച്? ഉണ്ണിക്കുട്ടൻ എവിടെ? അമ്മ വരൂ അച്ഛാ? വരും മോനെ, തീർച്ചയായും വരും. മോൻ ഉറങ്ങിക്കോ. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് മറക്കാനോ പൊറുക്കാനോ കഴിയില്ല. ഞാനിനി അങ്ങോട്ടില്ല. ഉണ്ണിയെ കാണാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. സാരമില്ല, എന്റെ വിധി ഏതായിരിക്കും. ആ ഫ്രണ്ട് ഞാൻ കോടതി കയറ്റും. അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് മേടിച്ചു കൊടുത്താ അവനെ ബാങ്കിൽ കയറ്റത്. എന്റെ മോളെ എനിക്കറിയാം, അതുപോലെ എന്റെ മരുമോനെ എനിക്കറിയാം. അവനൊരു തെറ്റ് പറ്റി കാണും, ഒരേ ഒരു തെറ്റ്, ഏത് പുരുഷനും പറ്റാവുന്ന തെറ്റ്. മോളെ, നിനക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഇതുവരെ അവൻ ചെയ്ത നന്മകൾ ഓർത്ത് ഈ തെറ്റ് മറക്കണം. മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് എനിക്കത് മറക്കാൻ കഴിയാത്തത്. എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ മംഗലത്ത് രാഘവൻ പിള്ളയുടെ മകളാണ്. മംഗലത്ത് രാഘവൻ പിള്ള? മോളെ, നിനക്ക് ഈ മനുഷ്യനെ അച്ഛൻ എന്ന നിലയിൽ മാത്രമേ അറിയാവൂ. മംഗലത്ത് രാഘവൻ പിള്ള എന്ന ഭർത്താവിനെ എനിക്കേ അറിയാവൂ. മോളെ, മകൾ അച്ഛനെ അറിയുന്നത് അമ്മയുടെ നാവിലൂടെയാണ്. എന്റെ ഭർത്താവിനെതിരായി ഒരു വാക്കുപോലും ഇതുവരെ എന്റെ നാവിൽ നിന്നും വീണിട്ടില്ല. പക്ഷേ ഇന്ന് പോകരുത്. അങ്ങ് ഇത് കേൾക്കണം. സുമതി, നീ ഇന്ന് ചെയ്ത തെറ്റ് നിന്റെ പ്രായത്തിൽ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരു മകള് ജനിക്കുമായിരുന്നില്ല. ഒരേ ഒരു പ്രാവശ്യമല്ലേ നിന്റെ ഭർത്താവ് തെറ്റ് ചെയ്തത്? ഒരേ ഒരു പെണ്ണിന്റെ മുഖം കണ്ടപ്പോ നീ വീട് വിട്ടു. ഓരോ ദിവസവും ഓരോ പെണ്ണിന്റെ മുഖം കണ്ടിട്ടുള്ള നിന്റെ അമ്മയെ കുറിച്ച് നീ അറിയണം. ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. നിനക്ക് വേണ്ടി നീയും സഹിക്കണം, നിന്റെ ഉണ്ണിക്ക് വേണ്ടി. ഞാൻ എന്നാലും എങ്ങനെ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ പാട് നിനക്ക്. ഒരു കാര്യം, ഭർത്താവിനെ ഉപേക്ഷിച്ചു പോന്ന മകളുടെ കൂടെ ഞാൻ താമസിക്കില്ല. അതല്ല, എന്റെ വാക്കിന് നീ വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം എന്നോടൊപ്പം ഇറങ്ങണം. ഞാൻ നിന്നെ പ്രകാശിന്റെ അടുത്ത് കൊണ്ടുവിടാം. മോൻ എന്തിനാ വിഷമിക്കുന്നത്? ആരെന്തു പറഞ്ഞാലും ഈ അമ്മ വിശ്വസിക്കില്ല. ഞാനൊരാണിനെ പെറ്റില്ല. ആദ്യമൊക്കെ അതോർത്ത് ഞാൻ സങ്കടപ്പെടുമായിരുന്നു. പക്ഷെ നീ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മോനുമായി മോളുമായി. ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം. അത് ആവർത്തിക്കുമ്പോഴാ ശരിക്കും തെറ്റാവുന്നത്. ഒരു കാര്യം എന്നും ഓർമ്മിക്കണം, കണ്ണുകൾ പോകുന്നിടത്തെല്ലാം മനസ്സ് പോകരുത്. കണ്ണില്ലാത്തവരും ജീവിക്കുന്നില്ലേ? മനസ്സില്ലാതെ ജീവിക്കാൻ ഒക്കുമോ? മോൻ അവളുടെ അടുത്തേക്ക് ചെല്ലേ.
ഒരു മിനിറ്റ് നേരത്തേക്ക് നീ എന്റെ ശബ്ദം മാത്രം കേട്ടാ മതി. കൊല്ലാനും കൊല്ലിക്കാനും നിന്നെപ്പോലുള്ളവർക്ക് മാത്രമേ കഴിയൂന്ന് ധരിക്കരുത്. ഇനി എന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചാൽ വെട്ടി നോക്കുന്നതിന് ഞാൻ. ടീച്ചർ, ഉണ്ണി എവിടെ പോയി? പോയല്ലോ. ഒരു സ്ത്രീ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ? നിങ്ങളുടെ സിസ്റ്ററോ മറ്റോ ആണെന്നാ ഞാൻ കരുതിയത്. ആന്റി മോന് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. ഈ സ്ഥലങ്ങളൊക്കെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്നതാ. ഉണ്ണിക്ക് ആന്റി എന്തൊക്കെ വാങ്ങിത്തരണം പറയും? ഉടുപ്പ്, ചെരുപ്പ്, കളിപ്പാട്ടങ്ങൾ, പിന്നെ ചോക്ലേറ്റ്, ഐസ്ക്രീം. ഇതൊക്കെ വാങ്ങിച്ചാലും നിങ്ങൾ എന്റെ ആരാ? എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോയാൽ മതി. ഞാനും നിന്റെ അമ്മയെ പോലെ തന്നെ കുറച്ചു നേരം വെറുതെ ചുറ്റിക്കറങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടാക്കാം. എനിക്ക് വീട്ടിൽ പോണോ? അമ്മ എന്നെ തിരക്കും. തിരക്കട്ടെ, അതിനു വേണ്ടിയല്ലേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ പോവും. ഇരിക്കവിടെ, കഴിച്ചിട്ട് പോം. ഉണ്ണി